ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമകഥാ ദിവസം 27. ഇന്നത്തെ വിഷയം അംഗദന്റെ ദൂത്യം, രാവണന് അവസാന മുന്നറിയിപ്പ്, രാമരാവണ യുദ്ധത്തിന്റെ ആരംഭം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്നലെ രാമസേതു പൂർത്തിയാക്കി വാനരസേന ലങ്കയിലെത്തിയതും വിഭീഷണൻ ശ്രീരാമനെ ശരണം പ്രാപിച്ചതും നാം കേട്ടു. ഇന്ന് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള മഹായുദ്ധത്തിന് തുടക്കമാകുകയാണ്. ലങ്കയുടെ മുന്നിൽ ശ്രീരാമന്റെ സേന അണിനിരന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പോലും ശ്രീരാമൻ രാവണന് ഒരു അവസാന അവസരം നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹം അംഗദനെ വിളിച്ചു പറഞ്ഞു, അംഗദ, നീ രാവണന്റെ സന്നിധിയിൽ പോയി എന്റെ സന്ദേശം അറിയിക്കുക. സീതാദേവിയെ തിരികെ നൽകാൻ ഇപ്പോഴും അവൻ അവസരമുണ്ട്. അങ്ങനെ അംഗദൻ ദൂതനായി ലങ്കയിലേക്ക് പുറപ്പെട്ടു. അംഗദൻ രാവണന്റെ രാജധാനിയിലെത്തി. അവൻ ഭയമില്ലാതെ പറഞ്ഞു, ലങ്കാധിപതിയായ രാവണ, ഞാൻ ശ്രീരാമന്റെ ദൂതനാണ്. തുടർന്ന് ശ്രീരാമന്റെ സന്ദേശം അറിയിച്ചു. സീതാദേവിയെ ശ്രീരാമന് തിരികെ നൽകുക, യുദ്ധം ഒഴിവാക്കുക, ഇപ്പോഴും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ രാവണൻ അഹങ്കാരത്തോടെ ചിരിച്ചു. അവൻ ശ്രീരാമനെയും വാനരസേനയെയും പരിഹസിച്ചു. രാവണന്റെ അഹങ്കാരം കണ്ട അംഗദൻ തന്റെ കാല് സഭയുടെ നടുവിൽ ഉറപ്പിച്ചു. അവൻ പറഞ്ഞു, ഈ കാൽ ഇവിടെ നിന്ന് നീക്കാൻ നിന്റെ സൈന്യത്തിലെ ഒരാൾക്ക് കഴിയുമെങ്കിൽ ഞാൻ തിരികെ പോകാം. രാവണന്റെ വീരന്മാർ പലരും ശ്രമിച്ചു. ആർക്കും അംഗദന്റെ കാൽ അനക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അംഗദൻ പറഞ്ഞു, എന്റെ കാൽ പിടിക്കേണ്ട, ശ്രീരാമന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കൂ, അപ്പോൾ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ. രാവണൻ കൂടുതൽ കോപിച്ചു. അംഗദൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി ശ്രീരാമന്റെ അടുത്തേക്ക് മടങ്ങി. അവസാന സമാധാന ശ്രമവും പരാജയപ്പെട്ടു. അങ്ങനെ വാനരസേന ലങ്കയുടെ കോട്ടകളിലേക്ക് മുന്നേറി. രാക്ഷസ സേനയും യുദ്ധത്തിനായി പുറത്തു വന്നു. ലങ്കയുടെ ആകാശം ആയുധങ്ങളുടെ ശബ്ദങ്ങളാൽ നിറഞ്ഞു. വാനരന്മാർ പാറകളും മരങ്ങളും ആയുധങ്ങളാക്കി. രാക്ഷസന്മാർ വാളുകളും അമ്പുകളും ശക്തികളും പ്രയോഗിച്ചു. ഇങ്ങനെ ലങ്കായുദ്ധം ആരംഭിച്ചു. രാവണന്റെ സൈന്യത്തിൽ അനേകം മഹാവീരന്മാർ ഉണ്ടായിരുന്നു. പ്രഹസ്തൻ, മഹോദരൻ, മഹാപാർശ്വൻ, അകമ്പനൻ തുടങ്ങിയ ശക്തരായ യോദ്ധാക്കൾ യുദ്ധരംഗത്തിറങ്ങി. വാനരവീരന്മാരും അതിശക്തിയായി തിരിഞ്ഞടിച്ചു. ഹനുമാൻ, അംഗദൻ, നീലൻ, നളൻ, ജാംബവാൻ തുടങ്ങിയവർ സൈന്യത്തെ നയിച്ചു. യുദ്ധം ആരംഭിച്ചിട്ടും ശ്രീരാമന്റെ ഹൃദയത്തിൽ വ്യക്തിവൈരാഗ്യമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒന്ന് മാത്രം, സീതാദേവിയുടെ മോചനം, ധർമ്മത്തിന്റെ സംരക്ഷണം. രാവണന് പല അവസരങ്ങൾ നൽകിയിട്ടും അവൻ അധർമ്മം വിട്ടില്ല. അതിനാൽ യുദ്ധം അനിവാര്യമായി തീർന്നു. ഇന്നത്തെ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ശ്രീരാമൻ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല. സമാധാനത്തിനും ധർമ്മത്തിനും അവസരം നൽകിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അതിനാൽ യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, ക്ഷമിക്കാനും അവസരം നൽകാനും, എന്നാൽ ധർമ്മത്തിന്റെ അതിർത്തി ലംഘിപ്പിക്കുമ്പോൾ ഉറച്ചു നിൽക്കാനുമുള്ള കഴിവിലാണ്. അംഗദന്റെ ദൂത്യം നമ്മോട് പറയുന്നത്, അഹങ്കാരത്തിനു മുമ്പിൽ സത്യം ഭയപ്പെടേണ്ടതില്ല. അല്ലയോ ശ്രീരാമ, ഹേ ശ്രീരാമ, അംഗദനെ പോലെ സത്യത്തിനു വേണ്ടി ധൈര്യത്തോടെ സംസാരിക്കാനും നിന്റെ ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഹങ്കാരം വിട്ട് വിനയത്തോടെ ജീവിക്കാനുള്ള ജ്ഞാനം നൽകണമേ. ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ, ശ്രീരാമ ജയ് രാമ ജയ് ജയ് രാമ. നാളെ നമ്മൾക്ക് കുംഭകർണന്റെ ഉണർച്ച, രാവണന്റെ ദുഃഖം, കുംഭകർണന്റെ യുദ്ധപ്രവേശം, വാനരസേനയിലെ ഭയവും ശ്രീരാമന്റെ മഹാശരവും
അതിനെക്കുറിച്ചൊക്കെ കേൾക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമസ്വാമിക്ക് ജയ്.